എറണാകുളത്ത് CSR ഫണ്ടിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയ കേസിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറും. 500 കോടിക്ക് മുകളിലുള്ള തട്ടിപ്പിൽ പറവൂരിൽ മാത്രം 1000-ലധികം പേർ ഇരകളായെന്നാണ് പരാതി. പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാകും ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുക്കുക. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട്. വിഷ്ണു, 1000-ലധികം പേർ ഇതിന് ഇരയായിട്ടുണ്ട്, തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് ഒരു ഞെട്ടിപ്പിക്കുന്ന കണക്ക് എന്ന് പറയുന്നത്. ഇത് എപ്പോഴായിരിക്കും ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നുണ്ടാവുക? കൂടുതൽ വിവരങ്ങൾ. പറവൂരിൽ മാത്രമാണ് 1000 പേരുടെ കണക്ക്. സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ പറ്റിക്കപ്പെട്ടവരുണ്ട് എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. നിലവിൽ എറണാകുളം ജില്ലയിലെ പോത്താനിക്കാട്, കോതമംഗലം, മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനുകളാണ് പ്രതി അനന്തു കൃഷ്ണനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇയാളെ കഴിഞ്ഞ ദിവസം റിമാൻഡ് ചെയ്തിരുന്നു. എന്നാൽ ഇയാളെ മൂവാറ്റുപുഴയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അനന്തുവിന്റെ കടലാസ് കമ്പനികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി ഏകദേശം 500 കോടിയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. അതിന്റെ ഔദ്യോഗിക കണക്കെടുക്കലൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ്, ഇത്രയും വലിയ ഒരു എമൗണ്ട് ആയ പശ്ചാത്തലത്തിലാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ലോക്കൽ പോലീസ് അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കും. അതിനുശേഷമായിരിക്കും ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറുക. മേഘ്ന. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതല്ലേ, CSR ഫണ്ടിന്റെ മറവിലൊക്കെ. അല്ല, പറവൂര് മാത്രമായിട്ട് 1000 പേര് തട്ടിപ്പിനിരയായത്. അപ്പോൾ മൊത്തം സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് നോക്കിയാൽ അതെ, നമ്മൾ ഈ ഓൺലൈൻ തട്ടിപ്പുകളുടെ വാർത്തകൾ വരുമ്പോൾ പലപ്പോഴും പ്രേക്ഷകർ പറയും മലയാളികളെ തട്ടിപ്പിനിരയാകുന്നത് കൂടുതലാണ്, എളുപ്പമാണ് അങ്ങനെ തട്ടിപ്പ് നടത്താൻ. പലരും ഈ ബുദ്ധിജീവികൾ എന്നൊക്കെ പറയുന്നവരും പെട്ടെന്ന് വിളിച്ചിട്ട് ഒരു കോഡൊക്കെ ചോദിച്ചു നോക്കും, നമ്മൾ OTP തരാനൊക്കെ പറയുമ്പോൾ വലിയ വലിയ ഉദ്യോഗസ്ഥരൊക്കെയാണ് ഇതിൽ വീണു പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറുമ്പോൾ കൃത്യമായ അന്വേഷണം നടക്കട്ടെ.